പറയുന്നത് അമിതാണ് ഈ പുതിയതിനെ പറ്റിയിട്ട്. ഇപ്പോ അതിന്റെ ഒരു പൂർത്തീകരണം എന്ന രീതിയിൽ ഇത്രയും വലിയ ചർച്ചയൊക്കെ അമിത് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? ഞാനൊരു നമ്മളുടെ ആത്മാർത്ഥമായിട്ട് നമ്മള് 20 വയസ്സിൽ നിന്ന് 30-ലോട്ട് എത്തും, 30-ൽ നിന്ന് പതിയെ 40-ലോട്ട് എത്തും. നമ്മളുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ വേറെ ആരെക്കാളും നമ്മൾക്കറിയാം. പ്രത്യേകിച്ച് ഇപ്പം ഒരാണായാലും പെണ്ണായാലും ഓരോ വർഷങ്ങൾ കടന്നു പോകുന്തോറും നമ്മളിൽ വരുന്ന ചേഞ്ചസ്, ഹൗ ബെറ്റർ വി വേർ കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അങ്കിൾമാരും, ഇവരെല്ലാവരും ഈ 40 കടന്ന് മുമ്പോട്ട് പോകുന്നതെല്ലാം നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. അപ്പൊ കാണുമ്പോഴെല്ലാം ഒരു 10 വർഷം മുമ്പ് കണ്ട ആൾക്കാരല്ല ഇപ്പോഴും മാറുന്നത്. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോഴത്തെ സിനിമാ നടന്മാരെന്ന് പറയുന്ന, സിനിമ എന്ന് പറയുന്ന ഒരു ലോകം ഇങ്ങനെ കടന്നു പോകുന്നതാണ്. അപ്പൊ ഞാനൊരു ചിലപ്പോൾ ചെറുപ്പത്തിലെ ആദ്യമായിട്ട് കണ്ട സമയത്ത് എന്റെ മുമ്പിൽ ഒരു എന്താ പറയാ, സിനിമ എന്നിലോട്ട് കുത്തിക്കീറ്റിയ 2 ആൾക്കാരായിരിക്കാം ലാലേട്ടനും മമ്മൂക്കയും. ഇവരന്ന് ഇങ്ങനെ കണ്ടോണ്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് ഞാൻ വയസ്സായി തുടങ്ങി, അതായത് എന്റെ കോലം മാറി തുടങ്ങി. ഞാൻ എന്നെ തന്നെ കണ്ണാടിയുടെ മുമ്പിൽ നോക്കുമ്പോഴേക്കും അതായത് നമ്മൾ തന്നെ നമ്മളോട് പ്രായം കൂടി പോകുന്നതിനെ കുറിച്ച് നമുക്ക് ആ സമയത്താണ് അങ്ങ് അപ്പുറത്തെ സിനിമാ ലോകത്ത് നിൽക്കുന്ന ഒരാൾ, ഈ ഒരാൾ നമ്മളിങ്ങനെ വിസ്മയിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഈ ലാസ്റ്റ് വന്നൊരു പോസ്റ്റ് ഉണ്ട്, ഈ അവസാനം വന്നൊരു ഫോട്ടോ. ഈ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ഐ ആം ബെറ്റിംഗ് ഇന്നത്തെ ഏത് ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഏത് യൂത്ത് ആക്ടറിന് പറ്റും പഠിക്കാൻ. ഇത് കേരളത്തില് നമ്മള് ചെറുപ്പം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരില് ഹീസ് ഡൂയിങ് ദിസ്. പുറത്തുള്ള ആൾക്കാര് ഇപ്പൊ ഒരു രീതിയിൽ വേറെ ആരെയും പറയാൻ പറ്റാതെ വന്നപ്പോഴേക്കും പറഞ്ഞേ പറ്റുള്ളവർക്ക്. കാര്യം ഇനിയും പറഞ്ഞില്ലെങ്കിൽ അതായത് നമ്മളുടെ ഇത് പറയില്ലേ, കുറെയൊക്കെ നമുക്ക് മലയാളം അല്ലെങ്കിൽ അവന്മാര് അല്ലെങ്കിൽ പുറത്തിരിക്കുന്നവര് ഇങ്ങനെ താഴെ കിടക്കുന്ന ബ്ലഡി മദ്രാസി എന്ന് പറഞ്ഞ് വിടുമായിരുന്നു. പക്ഷെ ഇത് ഒരു പരിധി കഴിഞ്ഞ് നമ്മളിങ്ങനെ അവര് മറ്റേ കിളവന്മാരെ പോയി അവർക്ക് ഒരു രക്ഷയില്ല. ഇനി ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് അപ്പോഴും ഒരാൾ ഇങ്ങനെ നിന്ന് കാണിക്കണം, നമ്മൾക്ക് ഗതികെട്ട് പറഞ്ഞു പോകാം, ഇനി രക്ഷയില്ല പറയാം. ലെജൻഡ്. പക്ഷെ നമുക്ക് പറ്റുന്നുണ്ടോ? നമുക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ അതിനിപ്പോ പല ആൾക്കാർ വന്ന് ചിലപ്പോ ഈ വീഡിയോയുടെ താഴെ എഴുതും, അവന്മാരെ മറ്റേ ഇത് ചെയ്യുന്നില്ലേ, ആ സർജറി ചെയ്യുന്നില്ലേ, ഈ മരുന്ന് ചെയ്യുന്നില്ലേ. ഇതൊക്കെ പോട്ടെ, ഒരു കുടവയറില്ലാതെ പിടിച്ചേക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നു. സോ ഇറ്റ് വാസ് നോട്ട് ഈസി. ഇത് നമ്മൾ കിടന്ന് ശ്രമിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് അപ്പുറത്തെ ഒരാൾക്ക് പറ്റാകുമ്പോഴേക്ക് നമ്മൾ ആദ്യം അസൂയായിരിക്കും, ആദ്യം നമ്മൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു പരിധി പറഞ്ഞു പോകും. കാര്യം അതൊരു ആക്ടറിന്റെ ഡെഡിക്കേഷൻ ആണ്. വൈൽഡ് മെന്റൽ എന്ന് പറയുന്നത്, there is only a wild mental person in this world of cinema. നമുക്ക് കൊണ്ടെടുത്തറിയാം, that is മമ്മൂക്ക. Wild mental. ചിലത് ചിലപ്പോ ഇങ്ങനെ കണ്ണാടിക്കൊണ്ടിരിക്കുന്ന പോലെ ഇരിക്കുകയും ചെയ്യും. മറ്റേ വർക്ക് നമ്മളെ വിസ്മയിപ്പിക്കില്ല. ഇത് രണ്ടുമുണ്ട്. His looks as well as his works. പറയാം